നമ്മൾ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് മലയാള സിനിമ എന്ന് മനസ്സിലാകും. അതിനൊപ്പം തന്നെ ഇതിനകത്ത് പോംവഴികൾ, പരിഹാരങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രിബ്യൂണൽ അടക്കം സ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം ഈ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഇനി സർക്കാരാണ് ഒരു നിലപാടിലേക്ക് എത്തേണ്ടത്. അത് മാത്രമല്ല, ഈ സിനിമ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മൊത്തം സ്ട്രക്ചർ ഒരു പുരുഷ മേധാവിത്വ സ്ട്രക്ചറാണ്. അതിനൊപ്പം തന്നെ ഒരു മൂലധന ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട താരങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരു സിനിമയുടെ മാർക്കറ്റ് വാല്യൂ എല്ലാം ഉള്ളത്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീക്ക് സിനിമാ മേഖലയിൽ സുരക്ഷ ഒരുക്കാൻ കഴിയുക എന്നുള്ള കാതലായ ചർച്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. അതിനൊപ്പം തന്നെ ഈ റിപ്പോർട്ടിലുള്ള പല പരാമർശങ്ങൾ സംബന്ധിച്ചും നിയമപരമായ നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികളിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം പ്രധാനപ്പെട്ട ഗുരുതരമായ ഗൗരവമായ പല മൊഴികളും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പല സാക്ഷികളും മൊഴി നൽകാൻ വന്നിട്ടുള്ള പല സാക്ഷികളും അവർ നേരിട്ടിട്ടുള്ള ചൂഷണമോ അല്ലെങ്കിൽ ലൈംഗികപരമായ അതിക്രമവും സംബന്ധിച്ച് തെളിവായി സ്ക്രീൻഷോട്ടുകളും വീഡിയോകളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എവിഡൻ്റാണ്, അതൊരു തെളിവാണ്. അങ്ങനെ ഒരു തെളിവ് സഹിതം മൊഴി നൽകിയിരിക്കുമ്പോൾ അതിലൊക്കെ നിയമ നടപടികളിലേക്ക് പോകേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി വരും. അപ്പോൾ ഇത് ഒരു നിയമ സംവിധാനത്തിൻ്റെ കീഴിലേക്ക് ആരോപണ വിധേയരെ നിയമപരമായ നടപടികളിലേക്ക് വിധേയമാക്കുന്ന തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുമോ എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. ഏതായാലും ഇതിനകത്തെ മൊഴികൾ ഗൗരവമുള്ളതാണ്. കാരണം ഇത്രയും വലിയ ഗൗരവമായ വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഗൗരവമായ മൊഴികൾ ഈ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ ചുവടുവെപ്പൊക്കെ നിർണായകമാണ്. അതിനൊപ്പം തന്നെ ഈ 3 കമ്മിറ്റി അംഗങ്ങളും, അതായത് ജസ്റ്റിസ് ഹേമ, ഒപ്പം തന്നെ ഈ ആക്ടർ ശാരദ, അതിനൊപ്പം തന്നെ മുതിർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്ന വത്സലകുമാരി, ഈ 3 പേരും അവരവരുടെ നിലപാടുകളും അവരവരുടെ കണ്ടെത്തലുകളും അവരവരുടെ അഭിപ്രായങ്ങളും ഈ റിപ്പോർട്ടിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒരു ചില തീരുമാനങ്ങളിലേക്ക് ഈ ഹേമ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ്, ഒരു കമ്മീഷൻ്റെ കണ്ടെത്തലുകളല്ല. അതുകൊണ്ട് ഇതെല്ലാം ഒന്നും അംഗീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനില്ല. പക്ഷേ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ ചൂഷണം നടക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ചയ്ക്കെടുക്കേണ്ടതാണ്. അത് ഒരു സിനിമയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും 1-2 സിനിമകളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടല്ല, ഹോൾ ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഹേമ കമ്മിറ്റി ഇതിനെ കാണുന്നത്. അതുകൊണ്ട് മുഴുവൻ ഉടച്ചുവാർക്കലുകളും ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായാൽ പരാതിപ്പെടാൻ ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് ഗൗരവമായ കാര്യം. കാരണം എപ്പോഴും ആരോപണ വിധേയനൊപ്പം അല്ലെങ്കിൽ ആരോപണ വിധേയർക്കൊപ്പം ഈ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നു എന്നുള്ളത് ഒരു പതിവ് കാഴ്ചയാണ്. അതിൽ സെക്ഷൽ ഹറാസ്മെൻറ്റിന് ഒപ്പം പ്രധാനപ്പെട്ട പ്രാഥമിക സൗകര്യങ്ങളില്ലായ്മ, വേതനത്തിലെ അസന്തുലിതാവസ്ഥ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ അടക്കം പറയുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നുള്ളതാണ്.